ഹലോ, നമുക്കുണ്ടല്ലോ വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം പരിചയപ്പെടുത്തി തരട്ടെ. എന്താ പറയുക, നമുക്കുണ്ടല്ലോ ഇടയ്ക്ക് നമ്മൾ ബീച്ചിലായിട്ടും പാർക്കിലായിട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നൊന്ന് പോയി നോക്കണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ വയനാടൊക്കെ പോകണ അതേ ഫീലാണ് കേട്ടോ ഇവിടെ. അതുപോലെ ഒരുപാട് ചുരങ്ങളും വെള്ളച്ചാട്ടങ്ങളും നല്ല കോടമഞ്ഞും എല്ലാം ഉള്ള ഒരു പ്രകൃതിയുടെ എന്താ പറയുക സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊരു നേച്ചർ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കുന്നും മലയൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോണതെങ്കിലും അവിടെ എത്തിയാണ്ടല്ലോ നമുക്ക് മനസ്സിന് അങ്ങോട്ട് തൃപ്തിപ്പെടുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കക്കയത്തേക്കാണ് കേട്ടോ പോണത്. കക്കയം ഡാം എന്നുള്ള സ്ഥലത്തെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കക്കയം എന്നുള്ള സ്പോട്ട്. അപ്പോൾ ഇതാ അവിടെ നമ്മൾ ആ സ്ഥലം ഒക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അടിപൊളി വൈബുള്ള സ്ഥലത്തോട്ട് എത്തും കേട്ടോ. നമ്മൾ എത്തിയ ശേഷം തന്നെ അവിടെ നല്ലൊരു മഴയുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ ആ ഭംഗി. എൻ്റെ അമ്മ നല്ല കോടമഞ്ഞ് മൂടി അവിടെ കിടക്കണുണ്ട്. ഒരു ഭാഗത്ത് നല്ല തണുപ്പുണ്ട്, ഒരു ഭാഗത്ത് നല്ല കുളിര് തരുന്ന മഴയുണ്ട്. എല്ലാം കൊണ്ടും നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സംഭവം നമ്മൾ കക്കയം ഡാമിൽ കണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനടുത്തായിട്ട് തന്നെ അടുത്ത കരിയത്തുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം കുറച്ചൊരു വെള്ളമൊക്കെ കുറവുള്ള സമയമാണ്. നന്നായിട്ട് കുട്ടികളൊക്കെ കൊണ്ട് പോകുന്ന അവർക്കൊക്കെ കൂടുതൽ നേരം അവിടെ കളിക്കാൻ പറ്റും കേട്ടോ ഈ വെള്ളത്തിൽ. കാരണം നമ്മൾ എപ്പോഴായാലും നമ്മൾ സൂക്ഷിക്കണം. എന്നാലും വെള്ളം കുറച്ച് കുറവാണ്. മക്കൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്. ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കരിയത്തുംപാറയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.